സ്വാഗതം. എല്ലാ പ്രാവശ്യവും തന്നെ നമ്മളൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ കാണുന്നതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ഐറ്റമായിട്ടാണ് ഞങ്ങൾ വന്നേക്കണേ. മിനി ഹാറ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഇതുപോലൊരു ചെറിയൊരു കാർഡ്ബോർഡ് കഷ്ണവും പശയും പിന്നെ ഇതുപോലൊരു ക്യാപ്പാണ് വേണ്ടത്. നമ്മൾ സാധാരണ ബോട്ടിലിൻ്റെ ക്യാപ്പാണ് ഞാൻ അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ച് ആ ഒരു ക്യാപ്പിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ പശ ഒട്ടിച്ച് വെച്ചിട്ട് ആ കാർഡ്ബോർഡിലേക്ക് അങ്ങോട്ട് ഒട്ടിച്ച് ചേർക്കണം. അതിനുശേഷം ഇതിലെപ്പോലെ ചാക്കുനൂലില്ലേ അത് ഉപയോഗിച്ചിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് ആ ഒരു ക്യാപ്പിലേക്ക് ഇത് ഒട്ടിച്ച് ചേർക്കുകയാണ് വേണ്ടത്, റൗണ്ടായിട്ട്. അപ്പോൾ ആദ്യം ഒരു ഇത്തിരി പശ അവിടെ ഒഴിച്ചിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ചെറിയൊരു റൗണ്ട് ഷേപ്പിലേക്ക് ഇതാക്കിയിട്ട് നമുക്ക് ആ ക്യാപ്പിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ച് കൊടുക്കാം. എന്നിട്ട് അതിങ്ങനെ ചുറ്റി ഫുള്ളായിട്ട് നമ്മൾ ചുറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ പയ്യെ അതിൻ്റെ സെൻറ്ററിലേക്ക് അത് ഒട്ടിച്ച് കൊടുത്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഫ്ലെക്സ് ക്യൂക്കാണ് ഞാൻ അവിടെ ഗമ്മായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്ലെക്സ് ക്യൂക്കോ അല്ലെങ്കിൽ ഫെവിക്വിക്കോ പോലത്തെ കട്ടിയുള്ള അങ്ങനത്തെ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കുന്ന ഏതെങ്കിലും പശയാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ ഈ ഒരു നൂല് നമുക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ ചാക്കുനൂല് എടുക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്കത് എന്ത് കളറായിട്ടുള്ള നൂലോ എന്ത് വേണമെങ്കിലും എടുക്കാം. കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ള നൂലാണെങ്കിൽ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ത്രെഡ് ഏതാണോ അതെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ക്യാപ്പിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ചുറ്റി പശ ഇടയ്ക്കിടയ്ക്ക് പശ തേച്ച് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഇത് വിട്ടുപോരും. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് നിങ്ങളിങ്ങനെ ചുറ്റി എടുക്കുക. ക്യാപ്പിൽ ചുറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പുറത്തോട്ടും കൂടെ ചുറ്റിയേക്കാം. അത് ക്യാപ്പിന് ചുറ്റും ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്കിങ്ങനെ ചുറ്റിയെടുക്കാം. എന്നാലാണ് നമുക്കൊരു ഹാറ്റിൻ്റെ ഷേപ്പിലേക്ക് അത് വരുള്ളൂ. നമ്മൾ ആ ഒരു ക്യാപ്പ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പുറത്തോട്ട് ഇങ്ങനെ ചുറ്റി വന്നു കഴിഞ്ഞാൽ നമുക്കതിന് ചുറ്റും ഒരു റൗണ്ട് ഷേപ്പ് ആകുമ്പോൾ അവിടെ വെച്ചിട്ടത് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതേ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് പശ വെച്ചത് ഒട്ടിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് പുറത്തോട്ട് നിൽക്കുന്ന ആ ഒരു കാർഡ്ബോർഡിൻ്റെ പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇത് റെഡി ആയിട്ടുണ്ട്. പശ കുറവായതുകൊണ്ടാണ് എൻ്റെ ചെറുതായിട്ട് ത്രെഡ് വിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ടത് ഒട്ടിച്ചെടുത്താൽ മതി. അതിനുശേഷം നമുക്കത് ഭംഗി വെപ്പിക്കാനായിട്ട് ചുറ്റും എന്തെങ്കിലും മുത്തൊട്ടിച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ കളറുള്ള ഏതെങ്കിലും ത്രെഡ് കെട്ടിക്കൊടുക്കുകയോ ഒരു ബോയ് ഉണ്ടാക്കി വയ്ക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ഇവിടെ നമ്മുടെ സംഭവം റെഡിയായി കഴിഞ്ഞു. ഒരു മിനി ഹാറ്റാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഏകദേശം ആ ഒരു ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ത്രെഡാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ നിങ്ങളതനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. അതുപോലെ തന്നെ നമുക്ക് അതിന് താഴെ ഒരു ടിക് ടാക് സ്ലൈഡൊക്കെ ഒട്ടിച്ച് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കത് സ്ലൈഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ചുകൂടെ കളർഫുള്ളായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.